ഇപ്പോൾ ചേർത്തല കൊലപാതക കേസ് പ്രതി സെബാസ്റ്റ്യനുമായി പോലീസ് തെളിവെടുപ്പിനായി എത്തിയിരിക്കുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ദുരൂഹ മരണങ്ങളിൽ നിർണായകമായ വഴിത്തിരിവുകൾ സംഭവിക്കുന്നുണ്ട്. സെബാസ്റ്റ്യന് വീട്ടിൽ കണ്ടെത്തിയ അസ്ഥികൾക്ക് 6 വർഷത്തെ പഴക്കമെന്നുള്ളതായിരുന്നു പ്രാഥമിക നിഗമനം. ഈ പറയുന്ന രീതിയിൽ 6 വർഷത്തിനിടയിൽ ജൈനമ്മ മാത്രമല്ല, 6 വർഷത്തിനിടയിൽ കാണാതായ 4 സ്ത്രീകൾ, ബിന്ദു മുതൽ സിന്ധു വരെയുള്ള സ്ത്രീകൾ മാത്രമല്ല, ഈശ അടക്കമുള്ള സ്ത്രീകൾ മാത്രമല്ല, കുറേയധികം സ്ത്രീകളെപ്പറ്റി, ഈ പറയുന്ന വർഷങ്ങളിൽ കാണാതായ സ്ത്രീകളെപ്പറ്റി ഉള്ള വിവരങ്ങൾ ശേഖരിക്കുകയും ആ തിരോധാനങ്ങളിൽ ഏതെങ്കിലും തരത്തിൽ സെബാസ്റ്റ്യൻ ബന്ധമുണ്ടോ എന്നുള്ള വളരെ സമഗ്രമായ ഒരു പരിശോധന പോലീസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പള്ളിപ്പുറത്തെ വീട്ടിൽ ഗ്രാനൈറ്റ് പാകിയ തറ ഇരിപ്പുണ്ട് സെബാസ്റ്റ്യനകത്ത്. അയാളെപ്പോഴും ഒരു ദുരൂഹമായ മൗനം തുടരുകയുമാണ്. പള്ളിപ്പുറത്തെ വീട്ടിൽ ഗ്രാനൈറ്റ് പാകിയ തറ പൊളിച്ചാണ് പരിശോധന അടക്കം പുരോഗമിക്കാൻ പോകുന്നത്. റാഫി കെയും ചെയ്യുന്നു. റാഫി, സെബാസ്റ്റ്യനെ കൊണ്ട് പോലീസ് എത്തിയിട്ടുണ്ട്. ഏതു മേഖലയിലാണ് ആദ്യ പരിശോധന? സെബാസ്റ്റ്യനുമായി അന്വേഷണ സംഘം ക്രൈംബ്രാഞ്ച് ഓഫീസിൽ നിന്ന് ഇപ്പോൾ ചേർത്തലയിലേക്ക് പുറപ്പെട്ടിരിക്കുകയാണ്. SP-യുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് സെബാസ്റ്റ്യനുമായി ഇപ്പോൾ കോട്ടയം ക്രൈംബ്രാഞ്ച് ഓഫീസിൽ നിന്ന് ചേർത്തലയിലെ വീട്ടിലേക്ക് പുറപ്പെട്ടിരിക്കുന്നത്. ക്രൈംബ്രാഞ്ച് SP ഗിരീഷ് P സാരഥിയുടെ നേതൃത്വത്തിൽ ഒരു പ്രത്യേക ടീമുണ്ട്. ആ ടീം തന്നെയാണ് ഇവിടെ നിന്ന് പുറപ്പെട്ടിരിക്കുന്നത്. എന്തായാലും നിർണായകമായ വിവരങ്ങൾ ഇന്നത്തെ തെളിവെടുപ്പിൽ ലഭിക്കുമെന്നുള്ളതാണ് അന്വേഷണ സംഘം പ്രതീക്ഷിക്കുന്നത്. കാരണം നേരത്തെ തന്നെ അന്വേഷണ സംഘത്തിന് ചില സൂചനകൾ ആ വീട്ടിൽ മുൻപ് നടത്തിയ തെളിവെടുപ്പിൽ ലഭിച്ചിരുന്നു. ഈ സൂചനകളിൽ നിന്നാണ് ഇപ്പോൾ വീണ്ടും അവിടെ തെളിവെടുപ്പ് നടത്തണം എന്നുള്ള തീരുമാനത്തിലേക്ക് അന്വേഷണ സംഘം എത്തിയത്. നേരത്തെ ലഭിച്ച അസ്ഥിയുടെ ഭാഗങ്ങളുടെ കുറിച്ചുള്ള വിവരങ്ങൾ, ഒപ്പം തന്നെ നേരത്തെ നടത്തിയ പരിശോധനയിൽ 2 പുതിയ സിം കാർഡുകൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിരുന്നു. എന്തായാലും ഇന്ന് നിർണായകമായ ദിവസമാണ്. ഈ മിസ്സിംഗ് കേസുകളിലെല്ലാം തന്നെ ഏറെ സംശയനിഴലിൽ നിൽക്കുന്ന ഒരു വീടും പരിസരവുമാണ് അത്. 2.5 ഏക്കർ സ്ഥലവും ഒപ്പം അതിൻ്റെ അകത്തായി നിൽക്കുന്ന വീടും വളരെ ദുരൂഹതകൾ നിറഞ്ഞ ഒരു സ്ഥലമാണ്. അവിടെ നിന്ന് നിർണായകമായ വിവരങ്ങൾ ലഭിക്കുമെന്നാണ്. നിലവിൽ ചോദ്യം ചെയ്യലിൽ ഒരു തരത്തിലുമുള്ള സഹകരണം സെബാസ്റ്റ്യന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല. എന്നാൽ അവിടെ എത്തുമ്പോൾ ഏത് നിലയിലായിരിക്കും സെബാസ്റ്റ്യനിൽ നിന്നുള്ള വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യമുള്ളത്. അതുകൊണ്ട് തന്നെ വലിയൊരു ടീമുണ്ട് SP-യുടെ നേതൃത്വത്തിൽ. ഇന്ന് അവിടെയുള്ള പരിശോധനയ്ക്ക് DYSP അടക്കമുള്ള ആളുകൾ ഈ സംഘത്തിലുണ്ട്. SP-യുടെ നേതൃത്വത്തിലാണ് പരിശോധന നടത്തുന്നത്. എന്തായാലും അന്വേഷണ സംഘം നിലവിൽ ആലപ്പുഴയ്ക്ക് പുറപ്പെട്ടു കഴിഞ്ഞു. അവിടെ നിർണായകമായ പരിശോധനകൾ, അവിടെ 3 കുളങ്ങളുണ്ട്. ഈ കുളം വറ്റിച്ചുള്ള പരിശോധന ഉണ്ടാകും. ഒപ്പം തന്നെ വീട്ടിൽ പുതുതായി സ്ഥാപിച്ച ഗ്രാനൈറ്റ്, അതിൽ നിന്ന് ഗ്രാനൈറ്റ് മാറ്റി അവിടെ ഒരു കുഴിയെടുത്തുള്ള പരിശോധന ഉണ്ടാകും. കഴിഞ്ഞ വട്ടം ഈ വീടിൻ്റെ പരിസരത്ത് നിന്ന് ഒരു കുഴിയെടുത്ത് നടത്തിയ പരിശോധനയിലാണ് മനുഷ്യൻ്റെ അസ്ഥി ഭാഗങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചത്. പല്ലടക്കമുള്ള ഭാഗങ്ങൾ ഇതിലുണ്ടായിരുന്നു. ഈ അസ്ഥി ഭാഗങ്ങൾക്ക് വർഷങ്ങളുടെ പഴക്കവും പരിശോധനയിൽ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. ഇനിയും ഇത്തരത്തിലുള്ള അസ്ഥികൾ അവിടെ ഉണ്ടാകുമോ എന്നുള്ള സംശയം അന്വേഷണ സംഘത്തിനുണ്ട്. കാരണം നിലവിൽ കണ്ടെത്തിയ അസ്ഥിഭാഗം കോട്ടയത്ത് നിന്ന് ഏറ്റവും ഒടുവിൽ മിസ്സിംഗ് ആയ ജൈനമ്മയുടെ അല്ല എന്നുള്ള സൂചനയാണ് അന്വേഷണ സംഘത്തിനുള്ളത്. അതുകൊണ്ട് തന്നെ ക്രാക്ക് ചെയ്യാൻ ടഫായ ഒരു ക്രിമിനലാണ് എന്ന് തന്നെ പോലീസ് കരുതുന്നുണ്ട്. കാര്യം ഇത്രയൊക്കെ ആയിട്ടും അയാൾ കമാനരക്ഷം മിണ്ടുന്നില്ല. അയാളുടെ ദുരൂഹമായ മൗനം, ഒരു പ്രത്യേക മുഖഭാവത്തിൽ അങ്ങനെ ഇരിക്കുന്നു എന്നതല്ലാതെ ഏതെങ്കിലും തരത്തിൽ ഒരു കുറ്റസമ്മതമോ അന്വേഷണത്തിലേക്ക് സഹായിച്ചേക്കാവുന്ന ഏതെങ്കിലും ഒരു ലീഡോ അയാളുടെ വായിൽ നിന്ന് പോലീസിന് കിട്ടുന്നേയില്ല. അത് പോലീസ് തന്നെ കണ്ടെത്തേണ്ടതുണ്ട്. എല്ലാ കാര്യങ്ങളും പോലീസ് തന്നെ കണ്ടെത്തി തെളിവുകൾ നിരത്തിലുള്ള ചോദ്യം ചെയ്യലാവണം ഒരുപക്ഷെ ഇയാളത് സമ്മതിക്കുക. അപ്പോൾ പോലീസ് ഇയാളൊരു ടഫ് ക്രിമിനലാണ് എന്ന് തന്നെയല്ലേ വിലയിരുത്തുന്നത്? തീർച്ചയായും ഒരു ഹാർഡ് കോർ ക്രിമിനൽ ആണ് എന്നുള്ള വിലയിരുത്തലാണ് പോലീസിനുള്ളത്. കാരണം ഇയാൾ തെളിവുകൾ അവശേഷിപ്പിക്കുന്നില്ല എന്നുള്ളതാണ്. നേരത്തെ ജൈനമ്മയുടെ ഫോൺ ഇയാൾ ഉപയോഗിച്ചതായി അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നു. എന്നാൽ ജൈനമ്മയുടെ ഫോൺ പോലീസ് എത്തുന്നതിന് മുൻപ് പ്രതി നശിപ്പിച്ചു. ഇയാൾ ഈ ഫോൺ ഉപേക്ഷിച്ചു. ഈ ഫോൺ ഇതുവരെയും കണ്ടെത്താൻ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിട്ടില്ല. കൂടാതെ തന്നെ ഡിജിറ്റൽ തെളിവുകൾ ശേഖരിക്കാതിരിക്കാൻ, ഡിജിറ്റൽ തെളിവുകൾ അന്വേഷണ സംഘത്തിന് ലഭിക്കാതിരിക്കാൻ നിരന്തരം ഫോണുകൾ മാറ്റുന്ന ഒരു വ്യക്തിയാണ്. 1 വർഷത്തിലധികം ഒരു ഫോൺ ഉപയോഗിക്കാത്തൊരു സ്ഥിതിയുണ്ട്. അതുകൊണ്ട് തന്നെ നിരന്തരം ഫോണുകൾ മാറ്റുന്നു, ഉപയോഗിക്കുന്ന സിമ്മുകൾ മാറ്റുന്നു. അങ്ങനെയുള്ള തെളിവുകൾ ലഭിക്കാതിരിക്കാനുള്ള ശ്രമങ്ങൾ ഇയാളുടെ ഭാഗത്തുനിന്നായിരുന്നു. ഒപ്പം നേരത്തെ പരിശോധനകൾ നടത്തുന്ന സമയത്ത് നിർണായകമായ സ്ഥലങ്ങൾ പരിശോധന നടത്താതിരിക്കാൻ ഈ അന്വേഷണ സംഘത്തെ വഴിതിരിച്ചു വിടുന്ന ഒരു രീതിയും ഇയാൾക്കുണ്ടായിരുന്നു. ഒപ്പം അന്വേഷണ സംഘവുമായി മൊഴിയെടുപ്പിൽ ഒരു തരത്തിലും ഇയാൾ സഹകരിക്കാത്തൊരു സ്ഥിതിയാണുള്ളത്. ഒരക്ഷരം പോലും മിണ്ടാതെ ചില നിർണായക ചോദ്യങ്ങൾ വരുമ്പോൾ, തെളിവ് നിരത്തിയുള്ള ചോദ്യങ്ങൾ വരുമ്പോൾ ഈ അന്വേഷണത്തെ വഴിതിരിച്ചു വിടുന്ന രീതിയിലുള്ള പ്രതികരണമാണ്
ഈ അന്വേഷണ സംഘത്തിന് മുന്നിൽ ഇയാൾ നടത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ ഇയാൾ ഒരു ഹാർഡ് കോർ ക്രിമിനൽ ആണ് എന്നുള്ള കാര്യത്തിൽ അന്വേഷണ സംഘത്തിന് സംശയങ്ങളില്ല. നിർണായകമായ തെളിവുകൾ അത് ലഭിച്ചാൽ, ശാസ്ത്രീയമായും ഒപ്പം തന്നെ ഡിജിറ്റലായുമുള്ള തെളിവുകൾ ലഭിച്ചാൽ മാത്രമായിരിക്കും ഇയാളെ ഏതെങ്കിലും തരത്തിൽ ക്രാക്ക് ചെയ്യാൻ അന്വേഷണ സംഘത്തിന് കഴിയുക. അതിനുള്ള ശ്രമമാണ് നിലവിൽ നടത്തുന്നത്. കോട്ടയം ക്രൈംബ്രാഞ്ച് പ്രധാനമായും നടത്തുന്നത് ജൈനമ്മ മിസ്സിംഗ് കേസാണ്. ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണത്തിൽ പോലും പല വിവരങ്ങളും ഇയാളുടെ പക്കലുണ്ട്. എന്നാൽ അത് അന്വേഷണ സംഘത്തിന് ഇയാൾ നൽകുന്നുമില്ല. അന്വേഷണ സംഘത്തിന്റെ ചോദ്യങ്ങൾക്ക് മുന്നിൽ അതിശയിപ്പിക്കുന്ന ആത്മവിശ്വാസം എന്നാണ് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ നമ്മളോട് പങ്കുവച്ച വിവരം. അതിശയിപ്പിക്കുന്ന ആത്മവിശ്വാസമാണ് ഇയാൾ ഈ അന്വേഷണ സംഘത്തിൽ അയാൾ ചെയ്ത ക്രൈമുകളിൽ അതിന്റെ തെളിവില്ലായ്മകൾ അയാൾക്ക് വലിയ ആത്മവിശ്വാസമുണ്ട് എന്നാണ് പറയുന്നത്. പക്ഷേ ആത്മവിശ്വാസത്തെ ഒക്കെ തകർത്ത ചരിത്രമുണ്ട് കേരള പോലീസിന്. അപ്പോൾ അന്വേഷണം നടക്കുന്ന അയാളുടെ വായിൽ നിന്ന് ഏതെങ്കിലും തരത്തിൽ അറിയാതെ പോലും ഒരു വിവരം പോലീസിന് പുറത്തേക്ക് വരുന്നില്ല. അത് ഈ പറഞ്ഞ ഒരുപക്ഷെ നേർക്കുനേർ ബന്ധം സംശയിക്കുന്ന അയാളുടെ വീട്ടിൽ നിന്ന് അസ്ഥികൾ കണ്ടെത്തിയ ജൈനമ്മയുടെ ഈ പറയുന്ന കാര്യത്തിലടക്കം എന്തെങ്കിലും തരത്തിൽ വിട്ടുപറയാനോ ഒന്നും പറയാൻ അയാൾ തയ്യാറാവുന്നില്ല. പോലീസ് വേണം അത് മൊത്തം കണ്ടെത്തി ഈ പറയുന്ന രീതിയിൽ തെളിവുകൾ നിരത്തിയുള്ള ചോദ്യം ചെയ്യൽ ആരംഭിക്കാൻ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.